പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതം വീണ്ടും എഫെസ്യ ലേഖനം നമുക്ക് 1-ാം അധ്യായം പഠിക്കുവാൻ സർവകൃപാലുവായ ദൈവം സാവകാശങ്ങളെ ഒരുക്കുന്നല്ലോ. 1-ാം അധ്യായത്തിലെ തിരുഹിതം എന്നുള്ളൊരു പദമാണ് നമ്മൾ ചിന്തിക്കുന്നത്. തിരുഹിതത്തിൻ്റെ പ്രസാദം ഇന്നലെ നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നു. ആമേൻ. അടുത്തൊരു പദമാണ് തിരുഹിതത്തിൻ്റെ മർമ്മം. തിരുഹിതത്തിൻ്റെ മർമ്മം എന്താണ്? തിരുഹിതത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് അത് ദൈവത്തിൻ്റെ സഭയാണ്. ആമേൻ. അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന ദൈവത്തിൻ്റെ തിരുഹിതത്തിനകത്ത് മറഞ്ഞു കിടന്നതും അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം വെളിപ്പെട്ടതുമായ ദൈവിക മർമ്മമാണ് സഭ. മർമ്മം എന്തോ മിസ്റ്ററി, മറഞ്ഞു കിടക്കുന്നത് പുറത്തു വരുന്നത്. ഹല്ലേലൂയ. അത് ദൈവത്തിൻ്റെ തിരുഹൃദയത്തിനകത്തുണ്ടായിരുന്നതാണ് ദൈവസഭ എന്ന് പറയുന്നത്. ആമേൻ. ദൈവസഭ പല രീതിയിലുണ്ട്. പ്രാദേശിക ദൈവസഭയുണ്ട്, അപ്പോൾ തന്നെ സാർവത്രിക ദൈവസഭയുണ്ട്. ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് കർത്താവ് പറയുന്ന ഒരു പദമുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. നോക്കിയേ, ഇന്ന് ദൈവസഭയ്ക്ക് നേരിടുന്നത് പോലെ പീഡനം ആർക്കെങ്കിലും ഉണ്ടാകാറുണ്ടോ? പക്ഷെ ഞാനൊരു കാര്യം പറയാം, എന്തൊക്കെ പീഡനങ്ങൾ എവിടൊക്കെ ശത്രുവായവൻ അഴിച്ചു വിട്ടാലും അതെല്ലാം സഭയുടെ വളർച്ചയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളൂ. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. ഹല്ലേലൂയ. പൗലോസ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, ദമസ്കോസിൽ അവൻ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചത്? അധികാരപത്രവുമായിട്ട് ക്രിസ്ത്യാനികളെ മുടിച്ച് തകർത്ത് കളയാനായിട്ടാണ് അവൻ ഇറങ്ങി തിരിച്ചത്. പക്ഷേ സ്വർഗം അവനെ ഈ ദൈവസഭയുടെ ഭാഗമാക്കി മാറ്റി. അതങ്ങനെ പഴയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. ആരൊക്കെ ദൈവത്തിനെതിരായിട്ട് ഇറങ്ങിയിട്ടുണ്ടോ അവരെയൊക്കെ ദൈവം കണ്ടിട്ടുണ്ട്, തൊട്ടിട്ടുണ്ട്. നിങ്ങൾ നോക്കിയേ, ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ട് വെക്കുമ്പോൾ ആരെങ്കിലും അതിനെ സഹായിക്കാനായിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ആ പെട്ടകത്തിൻ്റെ ഉടമസ്ഥൻ തന്നെ അവിടെ ഇറങ്ങി വന്ന് അവിടെ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുവാനായിട്ട് കഴിയും. ആമേൻ. ദൈവാലയത്തിനകത്തെ വിശുദ്ധമായ പാത്രങ്ങളെ വീഞ്ഞു പകരാനായിട്ട് അഹങ്കാരവും അധികാരവും കൊണ്ട് തുനിഞ്ഞിറങ്ങിയ ബേൽശസ്സറിനെ ദൈവം ഒറ്റ വിരലിൻ്റെ എഴുത്ത് മെനെ മെനെ തെക്കേലൂഫർസീൻ എന്നുള്ള ആ ഒരു പദത്തിലൂടെ അരയുടെ ഏപ്പഴിച്ച് ആ രാത്രി തന്നെ വേണ്ടി രാജത്വത്തെ നീക്കിയത് നമ്മുടെ ദൈവമാണ്. ജീവനുള്ള ആമേൻ ദൈവമുണ്ടോ? എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാൻ ആരുണ്ടെന്ന് ചോദിച്ച നെബൂഖദ്നേസറിന്റെ മുമ്പിൽ തീയുടെ ബലത്തെ കെടുത്തി ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവം ഇറങ്ങി വന്നെങ്കിൽ, പ്രിയരെ, ഞാൻ ഒരു കാര്യം പറയാം, ദൈവസഭയെ തൊടാൻ ഒരു ഇരുട്ടിൻ്റെ ശക്തികൾക്കും ഒരു പൈശാചി അധികാരങ്ങൾക്കും കഴിയത്തില്ല, കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയത്തതുമില്ല കേട്ടോ. അതുകൊണ്ട് ഈ ദൈവസഭയുടെ ഭാഗമായിട്ട് മാറാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത് ഓർത്ത് ദൈവത്തെ അധികം സ്തുതിക്കുവാനായിട്ട് ഇടയായിത്തീരണം. ദൈവത്തിൻ്റെ തിരുഹിതത്തിൻ്റെ മർമ്മത്തിലേക്ക് നമുക്ക് വരാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിലാണ് തിരുഹിതത്തിൻ്റെ മർമ്മം ആരംഭിക്കുവാനിടയായിത്തീർന്നത്. ആമേൻ. 120 പേരുടെ മേൽ പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു. ആമേൻ. 3 രീതിയിലാണ് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുന്നത്. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കടന്നു വരും. 2, ആമേൻ, പത്രോസ് വചനം പ്രസ്താവിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പൗലോസും കൂട്ടന് കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ്. അപ്പോൾ 3 രീതിയിലാണ് ഒരു വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നത് കേട്ടോ. മറക്കരുത്, പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വരും കേട്ടോ. അവർ പ്രാർത്ഥിച്ചപ്പോൾ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങിയെന്ന് വായിക്കുന്നു. ഹല്ലേലൂയ. 2, ആമേൻ, വചനം. കൊർന്നലിയോസിന്റെ ഭവനത്തിൽ പത്രോസ് വായി തുറന്നപ്പോൾ തന്നെ ആദിയിൽ നമ്മുടെ മേൽ വന്നതുപോലെ പരിശുദ്ധാത്മാവ് വന്നെന്ന് അവിടെ വായിക്കുന്നുണ്ട്. 3-ാമതായിട്ട്, ആമേൻ, പൗലോസ് ചിലരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവിടെ മേൽ വരുവാനായിട്ടിടയായി. ദൈവസഭയ്ക്ക് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പരിശുദ്ധാത്മാവില്ലെങ്കിൽ ദൈവസഭയല്ല. കാരണം സഭയെ ഒരുക്കുന്നതും സഭയെ വളർത്തുന്നതും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് കേട്ടോ. ആമേൻ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. തിരുഹിതത്തിൻ്റെ മർമ്മത്തിനകത്ത് ദൈവസഭയുടെ ഭാഗമായി മാറാൻ ഹല്ലേലൂയ
ഞാൻ പറഞ്ഞല്ലോ പ്രാരംഭത്തിൽ, ഫിലിപ്പിൻ്റെ കൈസരിയിൽ വെച്ച് കർത്താവ് പറയുന്നൊരു പദമുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും. എന്തുവാ ഞാനെന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പരമാധികാരത്തെ കാണിക്കും കേട്ടോ. ഞാൻ ദൈവത്തിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ദൈവത്തിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ. ആരൊക്കെ ഞാൻ ഉയർത്തിയിട്ടുണ്ടോ അവരെല്ലാം ദൈവം അടിച്ച് താഴെ ഇട്ടിട്ടുണ്ട്. പണ്ടൊരാൾ ഞാനെന്നുള്ള പദം പറഞ്ഞാൽ ഇല്ലേ, ലൂസിഫർ അവനെ താഴെ അടിച്ചിട്ടു. ഗോലിയാത്ത് പറഞ്ഞായിരുന്നു ദാവീദിൻ്റെ നേരെ, ഞാൻ നിൻ്റെ നേരെ വരുവാ എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ആമേൻ, എവിടൊക്കെ ഞാൻ ഉയരുമോ അവിടെ എല്ലാം ദുഃഖം കാണാനായിട്ട് കഴിയും. എന്നാൽ എവിടൊക്കെ കർത്താവിൻ്റെ നാമം ഉയരുമോ അവിടെ എല്ലാം ദൈവത്തിൻ്റെ മഹത്വം, വിജയം കാണുവാനായിട്ട് ഇടയായിത്തീരും. ഞാനെന്ന് പറയുന്നത് ഈ ദൈവത്തിൻ്റെ പരമാധികാരത്തെയാണ് കാണിക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ സഭയെ പണി. ആമേൻ. എൻ്റെ എന്ന് പറയുന്നത് ഉടമസ്ഥാവകാശത്തെയാണ് കാണിക്കുന്നത്. പരമാധികാരം പ്ലസ് ഉടമസ്ഥാവകാശം സമം ദൈവസഭ. മനസ്സിലായോ? നമുക്കൊരു ഉടമസ്ഥനുണ്ട്. നേതാ പ്രാരംഭത്തിൽ പറഞ്ഞു, ഇത്രയും പ്രോസിക്യൂഷൻ നടന്നിട്ടുള്ള ഒരു വിഭാഗം വേറെ ഉണ്ടോ? ചെയ്യുന്ന തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ പരമാധികാരി നമ്മൾ ആരാധിക്കുന്ന ദൈവമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ ദൈവസഭയുടെ ഭാഗമാകാൻ നമ്മളെ ദൈവം തിരഞ്ഞെടുത്ത് ഓർത്ത് നന്ദി പറഞ്ഞ് ഓരോ ദിവസവും നമുക്ക് മുന്നോട്ട് പോവുക. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഹൃദയമായിട്ട് ഇടപെട്ട ദൈവശബ്ദത്തിനായിട്ട് സ്തോത്രം. ദൈവസഭ എന്നുള്ളൊരു വിഷയം കർത്താവ് ഇടപെട്ട ദൈവിക ചിന്തകൾക്കായിട്ട് നന്ദി പറയുന്നു. ഇതൂത് കേട്ട ദൈവമക്കളെ അനുഗ്രഹിച്ചാട്ട് ബലപ്പെടുത്തിയാട്ട് അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.